യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ ദൈവവചനം കേൾക്കാൻ പോകുന്ന സകലരെയും ഞങ്ങൾ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിൻ്റെ 2-ാം തീയതിയാണിന്ന്. ഇന്ന് ശനിയാഴ്ചയാണ്. സന്തോഷത്തോടെ ആയിരിക്കാം. ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനം നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കേൾക്കുന്നത് ദൈവത്തിൻ്റെ ജീവനും പ്രത്യാശയും നൽകുന്ന വചനമാണ്. അതിന്നല്ലെങ്കിൽ നാളെ അത് ഫലം പുറപ്പെടുവിക്കാതിരിക്കില്ല. അതിനകത്ത് എനിക്കുള്ള നന്മകളെ ദൈവം വച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ശനിയാഴ്ച ദിവസം, ഇന്നേ ദിവസം അങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ മാതാപിതാക്കൾ, ഈ യുവതി യുവാക്കൾ, ഈ കുഞ്ഞുങ്ങൾ, സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ രോഗികളാണോ? നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും ഹോസ്പിറ്റലിലാണോ? നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും മാരക രോഗപീഠകളിൽ വല്ലാത്തൊരു വിഷമത്തിലാണോ? അവരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ച്, കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ അയൽവാസികളിൽ ഒരാൾ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ, ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരാൾ, ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരാൾ, ഞങ്ങളുടെ വാർഡിലുള്ള ഒരാൾ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്നുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. വല്ലാത്ത പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ ദേശം, നമ്മുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പരിചയത്തിൽപ്പെട്ട ആളുകളായിരിക്കാം, നാട്ടിലുള്ള ആളായിരിക്കാം, നല്ലൊരു ജോലി ആഗ്രഹിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നേക്കാൾ കൂടുതൽ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ നന്മ എൻ്റെ പ്രിയപ്പെട്ടവർ, നാട്ടുകാർ, ദേശക്കാർ, വചനം കേൾക്കുന്ന ഓരോരുത്തരും അനുഭവിക്കാൻ ഇടവരട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ വചനം ഇന്ന് കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം ധൂർത്തപുത്രനെ കുറിച്ചാണ്. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. ഒരു മനുഷ്യൻ്റെ വലിയൊരു തകർച്ചയും പരാജയവുമായി വാക്യങ്ങളൊക്കെ. എങ്ങനെയൊക്കെ നന്നായി ജീവിച്ച ഒരാളാണ് ഇന്ന് പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ധൂർത്തപുത്രന് പ്രശ്നമുണ്ടായി, പ്രതിസന്ധി ഉണ്ടായി, വേദനകളെല്ലാം ഉണ്ടായി. വലിയ പ്രയാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രശ്നത്തിലും, ഓരോ പ്രതിസന്ധിയിലും, ഓരോ വേദനയിലും ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു വിളി കിടപ്പുണ്ട്. അത് സത്യത്തിൽ തിരിച്ചറിഞ്ഞവർ, മനസ്സിലാക്കിയവർ ജീവിതത്തിൽ തോറ്റിട്ടില്ല. അത് എല്ലാവരും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമാണ്. ഇത് ഉൾക്കൊള്ളാൻ പാടാണ്. ഓരോ പ്രശ്നത്തിലും, ഓരോ പ്രതിസന്ധിയിലും, ഓരോ വേദനയിലും ദൈവത്തിലേക്ക് കുറെ കൂടി അടുക്കാനുള്ള ഒരു വിളി കിടപ്പുണ്ട്. അത് സത്യത്തിൽ തിരിച്ചറിഞ്ഞ ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല.
അത് സത്യത്തിൽ മനസ്സിലാക്കി ആരും ജീവിതത്തിൽ തോറ്റിട്ടില്ല. നിങ്ങളും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ ഇപ്പോൾ ഈ ധൂർത്തപുത്രൻ ചെയ്ത പോലെ അവിടെയുള്ള ഒരു മുതലാളിയിലാണ് ആശ്രയം വച്ചത്. ആദ്യം അവിടെ ചെന്ന് പന്നികളെ ഒക്കെ നോക്കാൻ ആ മുതലാളി അവനെ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ മദ്യത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, തെറ്റായ ബന്ധത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, പല വഴിക്കും ജീവിതത്തെ നടത്തുന്നവരുണ്ട്. പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, ഇങ്ങനെ വർത്തമാനം പറയുന്നവരുണ്ട്. എന്നാൽ ചില മനുഷ്യർ ദൈവത്തിലോട്ടങ്ങ് ആശ്രയിക്കും, നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവർ ആ സമയത്ത് പരമാവധി ദൈവവചനം കേൾക്കും, അവർ നന്നായിട്ട് പ്രാർത്ഥിക്കും. എപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാവോ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് സാധാരണയിൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു സത്യമാണ്, നമ്മൾ തലതിരിഞ്ഞ രീതിയിലാണ് ചിന്തിച്ചു പോകുന്നതെങ്കിൽ എല്ലാം തലതിരിഞ്ഞു പോകും, എല്ലാം ഡിസോർഡറായി പോകും, ഏതേലും വഴിക്ക് പോകും, എങ്ങനെയുമൊക്കെ ആയിപ്പോവും. പ്രവചനാതീതമാണ് അതെങ്ങനെയാകുമെന്ന്. പക്ഷേ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ പ്രശ്നത്തിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കി, ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു വിളിയുണ്ടെന്ന് മനസ്സിലായാൽ വിചാരിക്കാത്ത പലതും ജീവിതത്തിൽ ദൈവം തരും. വിചാരിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ വരും. നന്മയുടെ രൂപത്തിൽ അത് വരും. ഇത് മനസ്സിലായി എഴുതി വച്ചോ. ഓരോ പ്രശ്നത്തിലും, പ്രതിസന്ധിയിലും, കഷ്ടപ്പാടിലും, വെല്ലുവിളിക്കകത്തും നമ്മൾ ഞെരിക്കുന്ന ഓരോ വിഷയം എന്തുവാകട്ടെ, അതിനകത്ത് ദൈവത്തിലേക്ക് തിരിയാനുള്ള, ദൈവത്തോടടുക്കാനുള്ളൊരു വിളി കിടപ്പുണ്ട്. അത് സത്യത്തിൽ തിരിച്ചറിഞ്ഞവർ തോറ്റിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല. ചില ആളുകൾ എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല. അവർ കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ഇരുന്ന് വീണ്ടും അതേ വഴിക്ക് പോകും. കുറച്ച് ദിവസമൊക്കെ ഇതൊക്കെ ആയിക്കഴിഞ്ഞ് വീണ്ടും പഴയ പോലെയാവും. അവരൊന്നും ഇതുവരെയും പഠിച്ചിട്ടില്ല. ജീവിതത്തിൽ ചിലതൊക്കെ പഠിക്കാനുള്ളതാണ്, ചിലതൊക്കെ മനസ്സിലാക്കാനുള്ളതാണ്, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ്. ഇനി ധൂർത്തപുത്രൻ ഈ പന്നിക്കുഴി കിടന്നപ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായപ്പം പിതാവിലേക്ക് തിരിച്ചു നടക്കാനുള്ളൊരു വിളി, ഒരു ബോധം ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്, സുബോധം ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ആ വാക്ക്, അവന് സുബോധം ഉണ്ടായി, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ആ വിളി തിരിച്ചറിയുവാണ്. ആ വിളി സത്യത്തിൽ തിരിച്ചറിഞ്ഞ ധൂർത്തപുത്രൻ ജീവിതത്തിൽ തോറ്റില്ല, പരാജയപ്പെട്ടില്ല. കണ്ടവരും കേട്ടവരും ഒക്കെ പറഞ്ഞു കാണും, പുള്ളിയുടെ ജീവിതം പോയി, ഇനി പുള്ളിയുടെ കാര്യം പോക്കാണ്, ഇനി നോക്കിയിട്ട് കാര്യമില്ല, പുള്ളി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചവരുണ്ടാകാം. പക്ഷേ യൂട്ടേൺ പോലെ തിരിയുവാണ്. ആ വിളി സത്യത്തിൽ തിരിച്ചറിഞ്ഞ ധൂർത്തപുത്രൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ പോത്തിരി അടി കിട്ടിയെന്നല്ല, അപ്പനിറക്കി ഓടിച്ചു എന്നല്ല, അവൻ്റെ കയ്യിൽ മോതിരം, കാലിൽ ചെരുപ്പ്, നല്ല വസ്ത്രം എല്ലാം ധരിപ്പിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചെന്നപാടെ കാലിൽ ഒരു ചെരുപ്പ് വരും, ചെന്നപാടെ നല്ലൊരു ഉടുപ്പൊക്കെ കിട്ടും, ചെന്നപാടെ കയ്യിലൊരു മോതിരമൊക്കെ ധരിപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികൾ ദൈവത്തിലേക്ക് വരാനുള്ളൊരു വിളിയായി കണ്ടാൽ വിചാരിക്കാത്ത കാര്യങ്ങൾ കയ്യിലും കാലിലും ജീവിതത്തിലൊക്കെ വരും, നമ്മുടെ ജീവിതത്തിൽ വരും.
വിചാരിക്കാത്ത കാര്യങ്ങൾ. എനിക്ക് ഒത്തിരി പേരെ അറിയാം കേട്ടോ. അവർ പ്രശ്നങ്ങളിൽ തെറി പറഞ്ഞു പോയവരല്ല. അവർ പ്രതിസന്ധിയിൽ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ദൈവവചനം കേൾക്കുന്നില്ല, ഇനി എനിക്കിത് ആരും അയച്ചു തന്നേക്കല്ല്, ഇങ്ങനെ പറയുന്നവരല്ല. ചില പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിലേക്ക് അടുത്തു വരാനുള്ള ആ ദൈവവിളി സത്യത്തിൽ തിരിച്ചറിഞ്ഞ പലരുമുണ്ട്. എനിക്കറിയാം, സാമ്പത്തികമായി ഒത്തിരി പരാജയപ്പെട്ടു പോയ ഒരാൾ, ഒരുപാട് തകർന്നു പോയ ഒരാൾ ഭയങ്കരമായി ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു, നന്നായി പ്രാർത്ഥിച്ചു, ഒരുപാട് ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതുപോലൊക്കെ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ തോറ്റില്ല. അവരുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞത്, ഞങ്ങൾക്ക് അവൻ്റെ കാര്യത്തിലൊരു പേടിയുണ്ട്, അവൻ വല്ല കയ്യബദ്ധം ചെയ്യുമോ, അവൻ അത്രയും പിടുത്തം വിട്ടിരിക്കുക, അവൻ എന്തെങ്കിലുമൊക്കെ കയ്യബദ്ധം ചെയ്യുമെന്നാ ചിന്തിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞ്. ഒന്നും ചെയ്തില്ല, ഒന്നും സംഭവിച്ചില്ല, പരാജയപ്പെട്ടില്ല. വീണ്ടും ഒരു നല്ല തുടക്കം അവരുടെ ജീവിതത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ, വെല്ലുവിളിയിൽ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞവർ ജീവിതത്തിൽ തോൽക്കത്തില്ല, പരാജയപ്പെടില്ല. നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് ശനിയാഴ്ച ദിവസം കേട്ട എല്ലാവരെയും ഓർക്കുവാണ്, പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകണമേ, അങ്ങയുടെ ശക്തമായ സഹായം ലഭിക്കട്ടെ. ഇന്ന് ഈ കുടുംബത്തിനകത്ത് വിടുതൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലോ വീടിലോ രോഗികളായി കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കൗൺസിലിങ്ങിനൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഡിപ്രഷനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മഹത്യ പ്രവണതയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിരാശയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിൽ കയറി വരും. നിങ്ങൾ ജീവിതത്തിൽ കയറി വരും, രക്ഷപ്പെടും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാത്തിനും ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് കിഡ്നി രോഗമുള്ളവരെ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ, ക്യാൻസർ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യം ഉണ്ടാകട്ടെ. മരത്തിൽ നിന്ന് വീണവർ, വാഹനത്തിൽ നിന്ന് വീണ് പരിക്കുപറ്റി അരയ്ക്ക് താഴ്പോട്ട് തളർന്നിട്ടുള്ളവരുണ്ട്, നടക്കാൻ വയ്യാത്തവരുണ്ട്, വീൽ ചെയറിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നവരുണ്ട്, മറ്റൊരാളുടെ സഹായത്തോടെ ജീവിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യം മൂലം ഭവനത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, നാളെ ഞായറാഴ്ചയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 തിരക്കാണേലും ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. 5:30 തന്നെ സാധ്യമായിടത്തോളം ആളുകൾ ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.